ടി വീണയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. നടപടി നീണ്ടത് 8 മണിക്കൂറോളം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ വീണ വിജയന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിച്ചു. 8 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വീണ കൊച്ചിയിലെ ED ഓഫീസിൽ നിന്നും മടങ്ങി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിച്ചില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 10:30 ഭർത്താവും MLA-യുമായ PM മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ED ഓഫീസിൽ ഹാജരായത്. 11 മണിയോടെയായിരുന്നു ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. നേരത്തെ ജൂൺ 12-ന് ഹാജരാകാൻ ED നിർദ്ദേശിച്ചിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ എത്തിയിരുന്നില്ല. രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കണമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയ ED നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട പുതിയ സമൻസ് നൽകുകയായിരുന്നു. കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്ന് എന്തിനാണ് പണം ലഭിച്ചതെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് വീണയോട് ED ആവശ്യപ്പെട്ടിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ എസ് കർത്ത, ഡയറക്ടർ ജയ എസ് കർത്ത എന്നിവരെ കഴിഞ്ഞ ചൊവ്വാഴ്ച ED ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ അവർ EDക്ക് മുൻപാകെ ഹാജരാക്കിയതാണ് വിവരം. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം വീണ മടങ്ങിയെങ്കിലും വരും ദിവസങ്ങളിലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് സൂചന.